കനത്ത മഴയിൽ തൃപ്രയാറിൽ നിരവധി കടകളിൽ വെള്ളം കയറി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ റോഡിന് കുറുകെ മുളംകൂട്ടം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 15ഓളം പേർക്ക് പരിക്ക്. പൂവത്തൂരിൽ ബൈക്കിൽ നിന്നും വീണ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കയ്പമംഗലം 3 പീടികയിൽ 2 യുവാക്കളെ ഒരു സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചു. ഹെൽമറ്റ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് ഇടയാക്കിയത്. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ തൃപ്രയാറിൽ നിരവധി കടകളിൽ വെള്ളം കയറി. തൃപ്രയാർ സെന്ററിലെ പടിഞ്ഞാറെ വരിയിലുള്ള 10ഓളം കടകളിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ പെയ്ത മഴയിൽ വെള്ളം കയറിയത്. തൃപ്രയാർ ഉല്ലാസ് ഹോട്ടലിനുള്ളിൽ മുഴുവനായും വെള്ളം കയറി. കാനയിലൂടെ വെള്ളം ഒഴുകാത്തതും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പലയിടത്തും തോടുകൾ നികത്തിയതും വെള്ളക്കെട്ടിന് കാരണമായി. ഇത്തവണ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു. കാലവർഷം എത്തുന്നതിന് മുൻപ് കാനകൾ വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ റോഡിന് കുറുകെ മുളംകൂട്ടം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കരയാമ്പൂവം പ്രദേശത്താണ് മുളംകൂട്ടം റോഡിന് കുറുകെ വീണത്. നാട്ടുകാരും യാത്രക്കാരും ഡ്രൈവർമാരും ചേർന്ന് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ചേലക്കര പരക്കാട് സെന്ററിൽ മഴയിൽ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണു. പരക്കാട് സെന്ററിലെ ഓട്ടോ സ്റ്റാൻഡിന് സമീപം നിന്നിരുന്ന വേപ്പുമരത്തിന്റെ ശിഖരമാണ് കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീണത്. ഈ സമയം സമീപത്തായി 4 ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടിരുന്നു. മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ഡ്രൈവർമാർ ഓടിമാറിയതിനാൽ അപകടം ഒഴിവായി. എളവള്ളി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാറ്റിൽ മരങ്ങൾ വീണ് വൈദ്യുതി വിതരണവും ഗതാഗതവും തടസ്സപ്പെട്ടു. എളവള്ളി കർഷക റോഡ് പാറ സെന്ററിലുമാണ് മരങ്ങൾ വീണത്. പലയിടത്തും വൈദ്യുതി ലൈൻ പൊട്ടുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. മരങ്ങൾ മുറിച്ചുമാറ്റി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുകയായിരുന്നു. കൊടും ചൂടിൽ ആശ്വാസമേകി മഴയെത്തിയപ്പോൾ കൊണ്ടാഴിയിലെ ഒരു വീടിന് മുന്നിലേക്ക് മഴയോടൊപ്പം വന്നെത്തിയത് മാലിന്യ കൂമ്പാരമാണ്. ദുരിതത്തിലായത് വീട്ടുകാർ. കൊണ്ടാഴി പഞ്ചായത്തിലെ 6ാം വാർഡിൽ ഉൾപ്പെടുന്ന താഴത്തേപ്പടി പ്രദേശത്ത് മൂർക്കോത്ത് കുളങ്ങര വീട്ടിൽ ഗോപാലകൃഷ്ണൻ, വിലാസിനി എന്നിവർ താമസിക്കുന്ന വീടിന് മുന്നിലാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം ഒഴുകിയെത്തിയത്. വീടിന് സമീപത്തുള്ള ചെറിയ ചാലിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളത്തോടൊപ്പം പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് മാലിന്യങ്ങളുമാണ് ഇവരുടെ വീടിന് മുന്നിൽ അടിഞ്ഞുകൂടിയത്. ചാലിന്റെ വീതി കുറവും പ്ലാസ്റ്റിക്കുകൾ അടക്കമുള്ളവ നീക്കം ചെയ്യാത്തതുമാണ് ഈ ദുരിതത്തിന് കാരണമായി പറയുന്നത്. കുപ്പിയും കടലാസും പാട്ടയും പാളയും എല്ലാം ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്. അതൊന്ന് ശരിയാക്കി കിട്ടണം. ഇനി മേലാലെങ്കിലും ഇതൊന്ന് ഇങ്ങനത്തെ ദുരിതം ഇല്ലാതിരിക്കാൻ ശ്രമിക്കണം. ഞങ്ങൾ വയസ്സായവർ 2 ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ കൊല്ലം ഒരു 5-6 കൊല്ലമായിട്ട് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പ്രദേശത്തെ 2 വീടുകൾക്കാണ് ഈ ദുരിതാവസ്ഥ. കുറച്ചു വർഷമായി ഇതേ അവസ്ഥയാണ് തുടരുന്നത്. ചാല് വൃത്തിയാക്കി മാലിന്യങ്ങൾ ഒഴുകിയെത്താത്ത വിധമുള്ള സംവിധാനം അധികൃതർ ഒരുക്കി നൽകണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ചേലക്കര. കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ KSRTC ഡ്രൈവറുടെയും ടോറസ് ലോറി ഡ്രൈവറുടെയും നില ഗുരുതരമാണ്. ഗുരുവായൂർ ഭാഗത്തു നിന്നും കുന്നംകുളം വഴി കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് എതിർദിശയിൽ വരികയായിരുന്ന ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻഭാഗം തകർന്നു. ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിശമന സേന ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് ടോറസ് ലോറിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട ഇരുവാഹനങ്ങളും റോഡിൽ നിന്നും നീക്കം ചെയ്തു. അപകടം നടന്ന 4 മണിക്കൂറുകൾക്ക് ശേഷമാണ് വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കം ചെയ്യാനായത്. അപകടത്തെ തുടർന്ന് വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. കുന്നംകുളത്തു നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന ഭക്തർ ഉൾപ്പെടെയുള്ളവരുടെ വാഹനങ്ങൾ ഏറെ നേരം റോഡിൽ കുടുങ്ങി. അപകടത്തെ തുടർന്ന് കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. 7 മണിയോടെ ക്രെയിൻ എത്തിച്ച് ഇരുവാഹനങ്ങളും റോഡിന്റെ ഇരുവശത്തേക്കുമായി മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായത്. കുന്നംകുളം കാണിപ്പയ്യൂർ പോസ്റ്റ് ഓഫീസിന് സമീപം സ്വകാര്യ ബസ്സിന് പുറകിൽ മിനി വാൻ ഇടിച്ച് അപകടം. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന അലങ്കാർ ബസ്സിന് പുറകിലാണ് മിനി വാൻ ഇടിച്ചത്. ഏറ്റുമാനൂരിൽ നിന്നും കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി വാൻ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ബസ്സിന് പുറകിൽ ഇടിച്ചത്. അപകടത്തിൽ മിനി വാൻ ഡ്രൈവർ ജാഫറിനെ കാലിന് നിസാര പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ മിനി വാനിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാർ ചേർന്നാണ് പുറത്തെടുത്തത്. പൂവത്തൂരിൽ ബൈക്കിൽ നിന്നും വീണ വീട്ടമ്മ മരിച്ചു. കാക്കശ്ശേരി നെടിയേടത്ത് വീട്ടിൽ ഷിബുവിന്റെ ഭാര്യ 45 വയസ്സുള്ള പ്രീതിയാണ് മരിച്ചത്.
സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പ്രീതിയെ പൂവത്തൂരിലെ ബസ് സ്റ്റാൻഡിലേക്ക് ഷിബു കൊണ്ടാക്കുന്നതിനിടെ ബൈക്കിൽ നിന്നും വീണ് തലയടിച്ച് വീഴുകയായിരുന്നു. ഉടൻ തന്നെ പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാവറട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കയ്പമംഗലം 3 പീടികയിൽ 2 യുവാക്കളെ ഒരു സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചു. പെരിഞ്ഞനം സ്വദേശികളായ അശ്വിൻ, ജിതിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഹെൽമറ്റ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണം. നാട്ടുകാർ ഇടപെട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇരുകൂട്ടരും സുഹൃത്തുക്കളാണെന്ന് പറയുന്നു. സംഘം ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കാറളം ചെമ്മണ്ടയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ചെമ്മണ്ട SNDPക്ക് സമീപം താമസിക്കുന്ന കുറുമ്പാടൻ വീട്ടിൽ ഷാബുവാണ് ഭാര്യ ദീപ്തിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് ശേഷം വിഷം കഴിച്ചും കൈഞ്ഞരമ്പ് മുറിച്ചും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ദീപ്തിക്ക് തലയ്ക്കും കൈക്കുമാണ് വെട്ടേറ്റത്. ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ വഴക്കാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തീരദേശ ഹൈവേയുടെ നിർമ്മാണത്തിനായി എറിയാട് മുതൽ അഴീക്കോട് വരെ നിശ്ചയിച്ചിട്ടുള്ള അശാസ്ത്രീയമായ അലൈൻമെന്റ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണ 25 ദിവസം പിന്നിട്ടു. എറിയാട് പഞ്ചായത്തിന് മുൻപിൽ നടക്കുന്ന സമരത്തിന്റെ 25ാം ദിവസത്തിലെ ധർണ NRI കൌൺസിൽ ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ S. അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സമരസമിതി പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. KNA അമീർ ആലു K. മുഹമ്മദ്, ഷാഫി കൊടുങ്ങല്ലൂർ, JS ലൈജു തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് ചേനം ആലുക്കൽ ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്നും തോക്ക് കണ്ടെത്തിയത് പരിഭ്രാന്തി പരത്തി. ചേർപ്പ് പോലീസ് നടത്തിയ പരിശോധനയിൽ തോക്ക് ഓൺലൈൻ വഴി വാങ്ങുന്ന കളിത്തോക്കാണെന്ന് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ചേനം ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മേടഭരണി കാർത്തികവേല ആഘോഷങ്ങൾ നടന്നിരുന്നു. CPI സംസ്ഥാന നേതാവും ചെത്തുതൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന പ്രസിഡന്റും MLAയുമായിരുന്ന US ശശിയുടെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ യോഗം നടത്താതിരുന്നത് വിവാദമാകുന്നു. ഇത് സംബന്ധിച്ചുള്ള ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം പാർട്ടി നേതൃത്വം വിലയിരുത്തട്ടെ എന്ന് കുടുംബം പ്രതികരിച്ചു. പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാളെ എന്തുകൊണ്ട് അവഗണിച്ചുവെന്നത് നേതൃത്വവും പ്രവർത്തകരും ചിന്തിക്കട്ടെ എന്ന് US ശശിയുടെ മകൻ സനേഷ് പറഞ്ഞു. ഇത്തവണ പാർട്ടി നേതാക്കൾ വിളിക്കുക പോലും ഉണ്ടായില്ല. അവഗണന സംബന്ധിച്ച ആക്ഷേപം വസ്തുതയാണെന്നും ഇക്കാര്യത്തിൽ പാർട്ടി നേതാക്കളാണ് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതെന്നും സനേഷ് പറഞ്ഞു. അച്ഛൻ്റെ 2ാം ചരമവാർഷികമായിരുന്നു ഈ മെയ് 5-ാം തീയതി ഞായറാഴ്ചയായിരുന്നു 2ാം ചരമവാർഷികം. 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അനുസ്മരണം ഈ വർഷം ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ് പാർട്ടിയുടെ മാളയിലെ നേതൃത്വം അങ്ങനൊരു സമ്മേളനം അല്ലെങ്കിൽ അങ്ങനൊരു പ്രോഗ്രാം നടത്താഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കും ഒരു വിഷമമുണ്ട്, എന്തുകൊണ്ട് നടത്തിയില്ല എന്നുള്ളത്. അനുസ്മരണം യൂണിയൻ നടത്തേണ്ടതില്ലെന്ന് കഴിഞ്ഞ വർഷം പാർട്ടി നിർദ്ദേശിച്ചിരുന്നുവെന്നും CPI മണ്ഡലം കമ്മിറ്റി US ശശിയെ അനുസ്മരിക്കാൻ അവഗണിച്ചുവെന്നും ചെത്തുതൊഴിലാളി യൂണിയൻ മാള ചാലക്കുടി റേഞ്ച് ജനറൽ സെക്രട്ടറി AV ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. US ശശിയുടെ ചരമവാർഷിക ദിനത്തിൽ പാർട്ടി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ അനുസ്മരണ ചടങ്ങ് നടത്തിയെന്നും അനുസ്മരണ സമ്മേളനം മെയ് 29-ന് മന്ത്രി K. രാജൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് നേരത്തെ തീരുമാനിച്ചതാണെന്നും മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ പറഞ്ഞു. TCV മാള. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളിൽ നിന്നും അഡ്മിഷൻ സമയത്ത് അനധികൃതമായി പിരിവ് നടത്തുന്നതായി KSUവിന്റെ ആരോപണം. UP വിഭാഗത്തിൽ നിന്നും 50 രൂപയും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും 100 രൂപയുമാണ് നിയമപ്രകാരം പിരിക്കാൻ അനുവദനീയമായിട്ടുള്ളത്. എന്നാൽ UP വിഭാഗത്തിൽ നിന്ന് 550 രൂപയും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 650 രൂപയുമാണ് ഇപ്പോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അനധികൃതമായി പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് KSU എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകന് പരാതി നൽകി. ഇത് സംബന്ധിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതി നൽകുമെന്നും KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ചിറ്റണ്ട, മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് ചിറ്റണ്ട എന്നിവർ അറിയിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് നോർമലി ഗവൺമെന്റ് സർക്കുലർ പ്രകാരം
വിദ്യാർത്ഥി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മേടിക്കേണ്ടത് 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ 50 രൂപയും 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് 100 രൂപയുമാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മേടിക്കേണ്ടത്. എന്നാൽ എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മേടിക്കുന്നത് അനധികൃതമായിട്ടാണ് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 500 രൂപയും 650 രൂപയുമാണ് അവർ പിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് KSU എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പരാതി നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. ചന്ദ്രാപിന്നി നമ്പ്രാട്ടിച്ചിറ പരിസരത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് മാലിന്യം തള്ളിയ സ്ഥാപനത്തിനെതിരെ നടപടി. എടത്തുരുത്തി പഞ്ചായത്ത് സ്ഥാപന ഉടമയിൽ നിന്ന് 10,000 രൂപ പിഴ ഈടാക്കി. പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് ജീവനക്കാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിഴ ഈടാക്കിയത്. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ടി ബിനോയ് അറിയിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അക്ഷയ തൃതീയ ആഘോഷിച്ചു. ഗുരുവായൂർ ശശിമാരാരുടെയും കോട്ടപ്പടി സന്തോഷ് മാരാരുടെയും നേതൃത്വത്തിൽ മേളം കാഴ്ചശീവേലിക്ക് അകമ്പടിയായി. വിശേഷാൽ പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. ആയിരങ്ങളാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത്. തിരക്ക് കാരണം ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കാൻ വൈകി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 അടയ്ക്കേണ്ട ക്ഷേത്രനട 3 മണിക്കാണ് അടച്ചത്. തിരക്ക് കണക്കിലെടുത്ത് ഭക്തരെ കൊടിമരം വഴി കയറ്റിവിട്ടു. കലപ്പയേന്തിയ ബലരാമൻ ആയിരുന്നു അലങ്കാരം. ഗുരുവായൂരപ്പന്റെ പൂജിച്ച സ്വർണ്ണ ലോക്കറ്റ് വാങ്ങുന്നതിനും ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ വൈശാഖമാസ ആചരണത്തിന് തുടക്കമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ KK കല അധ്യക്ഷത വഹിച്ചു. ആചാര്യൻ വടശ്ശേരി ഹരി നമ്പൂതിരി രചിച്ച ശ്രീമദ് ഭാഗവത മഹാപുരാണം, സംജ്ഞാസംഗ്രഹം, അധ്യാത്മരാമായണം ബാലഭാഷിതം, ശ്രീമദ് ദേവി മഹാത്മ്യം കഥോപാസ, ഭദ്രകാളി മഹാത്മ്യം, ദാരികവധം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം ചടങ്ങിൽ നടന്നു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ, ദേവസ്വം ഓഫീസർ PB ബിജു എന്നിവർ പങ്കെടുത്തു. ഒന്നാം ദിനത്തിൽ ആചാര്യൻ ബ്രഹ്മശ്രീ വടശ്ശേരി ഹരി നമ്പൂതിരി, സഹപൗരാണിക ഡോക്ടർ സ്മിത എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ വൈശാഖ മാസത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ, അന്നദാനം, ചുറ്റുവിളക്ക് എന്നിവയും നടന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങളുടെയും നോട്ടുകളുടെയും അമൂല്യ ശേഖരത്തിന് ഉടമയാണ് വെങ്കിടങ്ങ് സ്വദേശിയായ മുഹമ്മദ് ഇക്ബാൽ. വെങ്കിടങ്ങ് പാടൂർ മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഇക്ബാലിന്റെ പക്കലാണ് ചരിത്രങ്ങളുടെ കഥ പറയുന്ന നിരവധി നാണയങ്ങളും നോട്ടുകളുമുള്ളത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ മുഹമ്മദ് ഇക്ബാൽ നാണയങ്ങൾ ശേഖരിക്കാനും സൂക്ഷിച്ചു വയ്ക്കാനും പ്രത്യേകം താൽപ്പര്യം കാണിച്ചിരുന്നു. ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പഴയ അണ, പൈസ, വിവിധ കാലഘട്ടങ്ങളിലെ നോട്ടുകൾ, നാണയങ്ങൾ, അറബി രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങൾ, നോട്ടുകൾ എന്നിവ പ്രവാസിയായ ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. നാണയ ശേഖരണം കാണാൻ നിരവധി പേർ മുഹമ്മദ് ഇക്ബാലിനെ പലപ്പോഴും സമീപിക്കുന്നുണ്ട്. പുതിയ തലമുറയ്ക്ക് പഴയകാല ചരിത്രത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാൻ ഇത്തരം നാണയ ശേഖരങ്ങളിലൂടെ കഴിയുമെന്ന് മുഹമ്മദ് ഇക്ബാൽ പറയുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് നമ്മളൊരു ചരിത്രം പറഞ്ഞു കൊടുക്കാവുന്ന വേറൊരു രീതിയാണ് ഈ കോയിൻസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാവുന്നതും അറിയാത്തതുമായ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു കറൻസി കളക്ഷനിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയധികം കറൻസികൾ ലോകത്ത് ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ 200 രാജ്യങ്ങളിൽ തന്നെ അതിൽ കൂടുതൽ കറൻസികൾ ഉണ്ടാകുമ്പോൾ ആരൊക്കെ ഈ ഭൂമി ഭരിച്ചു, ആരൊക്കെ ഈ രാജ്യങ്ങൾ ഭരിച്ചു കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു തെളിവും കൂടെയാണ് ഇത്രയധികം കളക്ഷനുകളും ഇത്രയധികം ഡിഫറെൻറ്റ് കോയിൻസും കറൻസികളും ഉണ്ടാകുന്നത്. TCV പാവറട്ടി. വരന്തരപ്പള്ളി മുപ്ലിയം പാറക്കുളത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശി 24 വയസ്സുള്ള ധീരജ് സിംഗ് ആണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് എത്തിയ തൊഴിലാളിയാണ് ഇയാൾ. തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീട്ടിലെ കിണറിലാണ് മൃതദേഹം കണ്ടത്. ചൊവ്വാഴ്ച രാത്രി ഇയാളെ കണ്ടതായി പറയുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ 5 പേരാണ് ഈ വീട്ടിൽ താമസം. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും വരന്തരപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരെ പ്രായഭേദമില്ലാതെ വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് ഒരുമിച്ച് കൂട്ടുകയാണ് മാങ്കുറ്റിപ്പാടത്ത് ആരംഭിച്ച ചിത്രകലാ ക്യാമ്പ്. ചിത്രകാരിയും വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അധ്യാപികയുമായ പ്രിയ ഷിബുവിന്റെ നേതൃത്വത്തിലാണ് ഇലകൾ മഞ്ഞ പൂക്കൾ പച്ച എന്ന പേരിലുള്ള
ത്രിദിന ക്യാമ്പിന് തുടക്കം കുറിച്ചത്. 8 വയസ്സിനും 70 വയസ്സിനും മധ്യേ പ്രായമുള്ള 30ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പ്രിയ ഷിബുവിന് പുറമെ ചിത്രകാരികളായ മക്കൾ ദേവാംഗന, ദേവഹാര, സീനിയർ ഫോട്ടോഗ്രാഫറും ചിത്രകാരനുമായ സുനിൽ സബര്യ, രഞ്ജിത്ത് മാധവൻ, അതുൽ, നിഷാന്ത്, അഖില, അനാമിക, അനഘ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ചിത്രകാരൻ TR സുനിൽ ലാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതിക്കാരായ 2 പേർക്കെതിരെ 3ാം മുറ നടത്തിയ അന്തിക്കാട് CIക്കെതിരെ പട്ടികജാതി ക്ഷേമസമിതി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിമ്പൂരിൽ നിന്ന് കുന്നത്തങ്ങാടിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. കരിക്കുകളും കയ്യിലേന്തിയായിരുന്നു പ്രകടനം. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. PKS ഏരിയ സെക്രട്ടറി VV സജീന്ദ്രൻ അധ്യക്ഷനായി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR ബാബുരാജ്, വാർഡ് അംഗങ്ങളായ K രാഗേഷ്, നീതു ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. പോക്സോ കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിലായി. മതിലകം വേക്കോട് സ്വദേശി എമ്മാട് വീട്ടിൽ മധുസൂദനനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. INTUC ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ MLA PR ഫ്രാൻസിസ് അനുസ്മരണം ഒല്ലൂരിൽ സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PR ഇൻഡോ അധ്യക്ഷത വഹിച്ചു. AA ജോസ്, ശശി പോട്ടയിൽ, ജോസ് പറമ്പൻ, TD ജോയ്, VA ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള കൊമ്പത്തുകടവ് സെയിന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും ഇടവക ദിനാഘോഷവും ഞായറാഴ്ച നടക്കും. ഗോവയിലെ ബസിലിക്ക പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന ദീപശിഖ പ്രയാണം ഞായറാഴ്ച 5-ന് പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് തലശ്ശേരി അതിരൂപത മുൻ മെത്രാപ്പൊലീത്ത മാർ ജോർജ് ഞെർലക്കാട്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിയിക്കും. വികാരി ഫാദർ ഫെബിൻ കുടിയൻ, KV ആൻഡ്രൂസ്, സ്നേഹു തെക്കേത്തല, സ്റ്റാൻലി പാലമറ്റം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്തിക്കാട് ഹൈസ്കൂളിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി ആദരിച്ചു. ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. 256 പേരാണ് പരീക്ഷ എഴുതിയത്. 100 മേനി വിജയം നേടിയ സ്കൂളിൽ 54 പേർ ഫുൾ A+ നേടി. PTA പ്രസിഡന്റ് NT ഷജിൽ അധ്യക്ഷത വഹിച്ചു. കലാകാരനായ നികേഷ് കണ്ണൻ രൂപപ്പെടുത്തിയ ഒട്ടകമാണ് ഇപ്പോൾ കോടാലിക്കാരുടെ സംസാര വിഷയം. ഇരുമ്പ് കമ്പികളും തെർമോക്കോളും വെൽവെറ്റും ഉപയോഗിച്ച് 8 അടിയോളം ഉയരത്തിലുള്ള ചലിക്കുന്ന ഒട്ടകത്തെയാണ് നികേഷ് കണ്ണൻ നിർമ്മിച്ചിരിക്കുന്നത്. പോയ വർഷങ്ങളിൽ പല വലുപ്പത്തിലുള്ള 9ഓളം ഗജവീരന്മാരെ നിർമ്മിച്ചിട്ടുള്ള ഈ യുവ കലാകാരൻ ജീവസുറ്റ ഒട്ടകത്തെ നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരെ വിസ്മയിപ്പിച്ചിരിക്കുന്നത്. കോടാലി കുട്ടിയമ്പലം പരിസരത്തുള്ള നികേഷിന്റെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ 3 ആനകൾക്കൊപ്പം തലയുയർത്തി നിൽക്കുന്ന ഒട്ടകത്തെയും നാട്ടുകാർക്ക് കാണാം. നീണ്ട 1 മാസക്കാലത്തെ അധ്വാനത്തിനൊടുവിലാണ് ജീവനുള്ളതെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒട്ടകത്തെ ഈ യുവ പ്രതിഭ രൂപപ്പെടുത്തിയെടുത്തത്. ഇപ്പോൾ ആനകൾ ഉണ്ടാക്കിയിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു വെറൈറ്റി എന്തെങ്കിലും ചെയ്യണമെന്ന് കുറേ നാളായി പറയണേ. അപ്പോൾ ഒരു ഒട്ടകത്തിന് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ആഗ്രഹിക്കണം. അപ്പോൾ ഒരു മാസം സമയം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒട്ടകത്തിന് ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ ഇരുമ്പ് കമ്പിയൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഷേപ്പ് സ്കെൽട്ടൻ തയ്യാറാക്കി, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ വാഹനങ്ങളുടെ വൈപ്പർ മോട്ടറുകൾ ഉപയോഗിച്ച് വായ അടയ്ക്കുന്നത്, ചവയ്ക്കുന്നത്, അതായത് ഒട്ടകം ആയ വറുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തല അടയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും, വാലൊന്ന് ജർക്കയ്ക്കും, അങ്ങനെ കുറച്ച് വെറൈറ്റികൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ ശില്പനിർമ്മാണത്തിലും ചിത്രം വരയിലും അഭിരുചിയുള്ള നികേഷ് വലിയൊരു ആനപ്രേമി കൂടിയാണ്. കഴിഞ്ഞ വർഷം തുമ്പിക്കൈ ഉയർത്തുകയും ചെവികളാട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള 10 അടി ഉയരമുള്ള കരിവീരനെയാണ് ഈ യുവാവ് സൃഷ്ടിച്ചത്. ചേക്കില മാധവൻ എന്ന് പേരിട്ട ഈ കൊമ്പന് ഇരുവശത്തേക്കും കണ്ണുകൾ ചലിപ്പിക്കാനും കഴിയും. 2 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് 3 മാസം സമയമെടുത്ത് നികേഷ് ഈ കൊമ്പനാനയെ നിർമ്മിച്ചത്. വെറൈറ്റി സംഭവങ്ങൾ, ജിറാഫോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉള്ള ഓരോ ആന, അങ്ങനെയുള്ള ഓരോ ശില്പങ്ങളൊക്കെ ചെയ്യും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾക്ക് കൊണ്ടുപോകാൻ. ഇപ്പോൾ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മറ്റുള്ള ആളുകൾ ഓരോ പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അവരുടെ ഒരു പ്രോത്സാഹനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഓട്ടോമൊബൈൽ മെക്കാനിസം പഠിച്ചതിന്റെ പിൻബലമാണ് മൃഗങ്ങളുടെ രൂപങ്ങൾക്ക് ചലനശേഷി നൽകാൻ നികേഷിനെ സഹായിച്ചത്. ആനയ്ക്ക് പുറമെ ഈ വർഷം വ്യത്യസ്തതയുള്ള നിർമ്മിതി ഒരുക്കണമെന്ന ചിന്തയിലാണ് ഇപ്പോൾ ഒട്ടകം പിറവിയെടുത്തത്. ഒട്ടകത്തിന്റെ നിർമ്മിതിക്കായി 80,000-ഓളം രൂപയാണ് ചിലവഴിച്ചത്. പുറത്ത് 2 പേർക്ക് കയറിയിരിക്കാവുന്ന തരത്തിലാണ് ഒട്ടകത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്.
ഗാർഡൻ സെറ്റിംഗിലും നികേഷ് വിദഗ്ധരാണ്. TCV കൊടകര. കുന്നംകുളം കണിയാമ്പാൽ പാടശേഖരത്തിൽ റാഗി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കണിയാമ്പാൽ പാടശേഖരത്തിലെ 75 ഏക്കർ വിസ്തൃതിയുള്ള നെൽപ്പാടത്താണ് കർഷകനായ കണിയാമ്പാൽ സ്വദേശി മനോഹരൻ റാഗി കൃഷി ഇറക്കിയത്. മികച്ച വിളവാണ് കൃഷിയിൽ ലഭിച്ചത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭാ പരിധിയിലെ SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സണും സ്ഥിരം സമിതി അധ്യക്ഷന്മാരും സന്ദർശനം നടത്തി. അധ്യാപകർക്ക് മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചിറളയം ബഥനി സ്കൂൾ, MJD സ്കൂൾ, ചെമ്മണ്ണൂർ അപ്പുണ്യ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കുന്നംകുളം ഗവൺമെന്റ് അന്ധവിദ്യാലയം, അടുപ്പൂട്ടി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. എരുമപ്പെട്ടി ശ്രീ ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 24ാമത് ശ്രീ സ്കന്ദപുരാണ നവാഹയജ്ഞം ആരംഭിച്ചു. ഈ മാസം 19 വരെയാണ് യജ്ഞം നടക്കുന്നത്. യജ്ഞാചാര്യൻ ഭാഗവതോത്തമൻ രാമചന്ദ്രൻ ആലപ്പാട്ടിനെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. തുടർന്ന് ദീപാരാധന, ആചാര്യവരണം, കലവറ നിറയ്ക്കൽ, ശ്രീ സ്കന്ദപുരാണ മഹാത്മ്യ പാരായണം, പ്രഭാഷണം എന്നിവ നടന്നു. ജയശ്രീ രാമചന്ദ്രൻ പാരായണത്തിനും വാസുദേവൻ എമ്പ്രാന്തിരി പൂജയ്ക്കും നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ശ്രീ ഭദ്രകാളി മഠം ട്രസ്റ്റ് ശ്രീ ഭുവനേശ്വരി നാഗക്കാവിൽ പ്രതിഷ്ഠാദിനാചരണത്തോടനുബന്ധിച്ച് ആധ്യാത്മിക സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ശ്രീ ഭദ്രകാളി മഠം ട്രസ്റ്റ് ആചാര്യൻ രാജീവ് അധ്യക്ഷത വഹിച്ചു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, വാർഡ് മെമ്പർ ഷൈനി ബാലകൃഷ്ണൻ, തേജസ് സ്വരൂപാനന്ദ സരസ്വതി, പെരിങ്ങോട്ടുകര ശ്രീ നാരായണാശ്രമം സെക്രട്ടറി ദിവ്യാനന്ദഗിരി തുടങ്ങിയവർ സംസാരിച്ചു. എന്നെ രാജീവ് ശാന്തി ക്ഷണിക്കാനായിട്ട് വന്നപ്പോഴാണ്. ഇവിടെ വരാറുണ്ട് ഞാൻ പല കാര്യങ്ങൾക്കിപ്പോഴും SNDPയുടെ. പുത്തൂർ കൈനൂർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. വിവിധ ദേശങ്ങളുടെ നേതൃത്വത്തിൽ കാവടി അഭിഷേകങ്ങൾ നടന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. മേളകലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. ആണവ ശാസ്ത്രജ്ഞനും വൈജ്ഞാനിക സാഹിത്യകാരനുമായ ഡോക്ടർ MP പരമേശ്വരന്റെ വീട്ടുമുറ്റത്ത് പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ച് തൃശൂർ സൗഹൃദവേദി. അഡ്വക്കേറ്റ് KP രവിപ്രകാശ് രചിച്ച മാർക്സിസം മൂലധാതുക്കൾ എന്ന പുസ്തകമാണ് ഡോക്ടർ MP പരമേശ്വരൻ ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി VK ഹാരി ഫാബി ടീച്ചർക്ക് നൽകി പ്രകാശനം ചെയ്തത്. പ്രൊഫസർ KR ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ C വിമല, പരിഷത്ത് മേഖലാ പ്രസിഡന്റ് ശശികുമാർ പള്ളിയിൽ, T സത്യനാരായണൻ, പ്രൊഫസർ M ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ അക്ഷയ തൃതീയ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സപ്തശുദ്ധി കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. നെന്മിനി മാതൃസമിതിയുടെ നാരായണീയ പാരായണത്തിന് ശേഷം വിശേഷാൽ എഴുന്നള്ളിപ്പും പിറന്നാൾ സദ്യയും ആൽത്തറമേളവും നടന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. കേരള നോളജ് എക്കോണമി മിഷന്റെയും KDISCിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അവസാന വർഷ ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കും വിവിധ കോഴ്സുകൾ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി ഈ മാസം 18-ന് തൊഴിൽ മേള സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇരിഞ്ഞാലക്കുട സെയിന്റ് ജോസഫ് കോളേജിൽ രാവിലെ 8:30 മുതൽ 3:30 വരെ നടക്കുന്ന തൊഴിൽ മേളയിൽ 20ഓളം കമ്പനികൾ പങ്കെടുക്കുമെന്ന് സെയിന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ബ്ലെസ്സി അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു മേള ഉദ്ഘാടനം ചെയ്യും. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ഷാജു ലോനപ്പൻ, KB സുമേഷ്, VR അനിത, PM ഷാഹിദ്, കോളേജ് PRO N ഉർസുല എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര ആസ്ഥാനമായുള്ള തൃശൂർ ജില്ലാ ഗവൺമെന്റ് ടീച്ചേഴ്സ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗം TK ബിന്ദിയ അധ്യക്ഷത വഹിച്ചു. ബോർഡ് അംഗങ്ങളായ MK ജിജിമോൻ, MG സംഗീത, IR ലിജി, സെക്രട്ടറി PK ജ്യോതിലക്ഷ്മി എന്നിവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം ശ്രീ ഗുരുദേവ സമാജം ഓം ശ്രീ സച്ചിദാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശ്രീ പാർവതിക്ക് പൊങ്കാല സമർപ്പണം നടന്നു. സുരേന്ദ്രൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് VP കല്യാൺ റാം, സെക്രട്ടറി VS സജീവൻ, ട്രഷറർ PS മനോജ്, പൊങ്കാല സംഘാടക സമിതി കൺവീനർ ദീപ അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴയിൽ തൃപ്രയാറിൽ നിരവധി കടകളിൽ വെള്ളം കയറി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ റോഡിന് കുറുകെ മുളംകൂട്ടം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 15ഓളം പേർക്ക് പരിക്കേറ്റു. പൂവത്തൂരിൽ ബൈക്കിൽ നിന്ന് വീണ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കയ്പമംഗലം 3 പീടികയിൽ 2 യുവാക്കളെ ഒരു സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചു. ഹെൽമറ്റ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിനിടയാക്കിയത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.